നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിൻ്റെ ത്രയം സീരീസിലെ മറ്റൊരധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്കിന്ന് ചില പര്യായ പദങ്ങൾ, സമാനാർത്ഥം ഉള്ള പര്യായ പദങ്ങൾ പരിചയപ്പെടാം. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്ന് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: ജലത്തിൻ്റെ പര്യായ പദം അല്ലാത്തതേത്? വെള്ളത്തിൻ്റെ പര്യായം അല്ലാത്തതേത്? തന്നിരിക്കുന്ന ഓപ്ഷനുകൾ അമൃതം, സലിലം, വാരി, നളിനം എന്നിവയാണ്. ഇതിൽ ശരി ഉത്തരം ജലത്തിൻ്റെ പര്യായം അല്ലാത്തത് ഓപ്ഷൻ ഡി, നളിനം എന്നതാണ്. നളിനം എന്ന വാക്കിൻ്റെ അർത്ഥം താമര എന്നാണ്. അതിന് ജലം എന്ന് പര്യായമില്ല, ജലം എന്നർത്ഥമില്ല. അതേസമയം അമൃതം, സലിലം, വാരി ഇതെല്ലാം വെള്ളം എന്നർത്ഥം വരുന്നതാണ്. വാരി എന്ന വാക്കിന് മഴ എന്നും അർത്ഥമുണ്ട്, ജലം എന്നും അർത്ഥമുണ്ട്. ഇവിടെ നമുക്കൊരു സംശയം ഉണ്ടാകാനിടയുള്ളത് അമൃതം എന്നതാണ്. നമ്മൾ കേട്ടിരിക്കുന്നത് അമൃതം മരണമില്ലാതാകാൻ ദേവന്മാർ ഉപയോഗിക്കുന്നത് എന്ന് കരുതുന്ന ഒരു വസ്തുവാണ് അമൃതം. അതൊരു സങ്കല്പ വസ്തുവാണ്. വാക്കിൻ്റെ അർത്ഥം മൃതമല്ലാത്തത്, മൃതി ഇല്ലാതാക്കുന്നത്, മരണമില്ലാതാക്കുക. മൃതം എന്ന് വെച്ചാൽ എന്താണ്? മരണം. അതില്ലാതാക്കുന്നതാണ് അമൃതം. മൃതത്തിൻ്റെ ഓപ്പോസിറ്റാണ് അമൃതം. ഇപ്പം ദേവന്മാരെ സംബന്ധിച്ച് അവർക്ക് മരണമില്ലാതാക്കുന്നു. മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ്റെ നിലനിൽപ്പിന് മരണം ഒഴിവാക്കാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായ സാധനമാണ് ജലം. അതുകൊണ്ട് അമൃതം എന്ന വാക്കിന് വെള്ളം എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ വെള്ളം എന്ന അർത്ഥം വരാത്ത വാക്ക് നളിനം എന്നതാണ്. നമുക്ക് വെള്ളത്തിൻ്റെ മറ്റ് ചില പര്യായങ്ങൾ കൂടി പരിചയപ്പെടാം. വെള്ളത്തിൻ്റെ പര്യായങ്ങളാണ് നീര്, അമ്പു, വാരി, തോയം, ഉദകം, സലിലം, പയസ്, അപ്പ്, പാനീയം, അർണം, നാരം, അമൃതം. ഇതെല്ലാം വെള്ളം എന്നർത്ഥം വരുന്നതാണ്. ഇവിടെയും നമുക്കൊരു സംശയം ഉണ്ടാകാം. ഉദകം, ഉദകക്രിയ എന്ന് നമ്മൾ പറയുന്ന മരണാനന്തര ക്രിയകളല്ലേ എന്ന്. ശരി തന്നെയാണ്. പക്ഷേ ഉദകം എന്ന വാക്കിൻ്റെ അർത്ഥം വെള്ളം എന്നാണ്. ജലം വെച്ച് ആ കർമ്മം ചെയ്യുന്നത് കൊണ്ടാണ് ഉദകക്രിയ എന്ന് പറയുന്നത്. അതാണ് തിലോദകം. തിലം എന്ന് വെച്ചാൽ എള്ള്, ഉദകം വെള്ളം. എള്ളും വെള്ളവും വെച്ച് കർമ്മം ചെയ്യുന്നതാണ് തിലോദകം. അപ്പോൾ ഈ കാണുന്നതെല്ലാം വെള്ളം എന്നർത്ഥം വരുന്ന ജലത്തിൻ്റെ പര്യായങ്ങളാണ്. നോക്കൂ, നേരത്തെ കണ്ട നളിനം, ആ വാക്കിൻ്റെ അർത്ഥം താമര എന്നാണ്. താമര എന്നർത്ഥം വരുന്ന മറ്റു വാക്കുകളാണ് പത്മം, കമലം, പങ്കജം, വാരിജം, ജലജം, സരോജം, സരസിജം, അംബുജം, സരോരുഹം, അരവിന്ദം, നളിനം, പുഷ്കരം, വനജം, കഞ്ചം, സരസിജം. ഇതെല്ലാം താമര എന്നർത്ഥം വരുന്നതാണ്. വാരി, സരസ്, വാരിക്ക് വെള്ളം, മഴ, സരസിന് കുളം, തടാകം, അമ്പു, ജലം. അപ്പോൾ ഈ സരസിൽ നിന്ന് ജനിച്ചത് അതാണ് സരസിജം. അമ്പുവിൽ നിന്ന് ജനിച്ചത് അംബുജം. വാരിയിൽ നിന്ന് ജനിച്ചത് വാരിജം. സരസിൽ നിന്ന് ഉരുവം കൊണ്ടത് സരോരുഹം. ഇതെല്ലാം താമര എന്നർത്ഥം വരുന്നതാണ്. മറ്റ് ചില വാക്കുകൾ നോക്കാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: രക്തം എന്നതിൻ്റെ പര്യായ പദമേത്? രക്തം. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ രുധിരം, സൂതകം, പിശിതം, രാജിലം എന്നിവയാണ്. രുധിരം, സൂതകം, പിശിതം, രാജിലം. ഇതിൽ ശരിയുത്തരം രക്തം എന്നർത്ഥം വരുന്നത് ഓപ്ഷൻ എ, രുധിരം എന്നതാണ്. രുധിരം, ഓപ്ഷൻ എ ആണ് ശരി. രക്തം എന്നർത്ഥം വരുന്നത് രുധിരമാണ്. പിശിതം എന്ന വാക്കിന് മാംസം എന്നും, സൂതകം എന്ന വാക്കിന് ജനനം എന്നും, രാജിലം എന്ന വാക്കിന് ഇഴജന്തു എന്നുമാണ് അർത്ഥം. രാജിലം എന്നതിന് ഉപദ്രവകാരിയല്ലാത്ത ഇഴജന്തു എന്നാണ് അർത്ഥം. അപ്പോൾ രക്തം എന്നർത്ഥം വരുന്ന വാക്ക് രുധിരം എന്നതാണ്. നമുക്ക് രക്തത്തിൻ്റെ മറ്റ് പര്യായങ്ങൾ കൂടി നോക്കിയാലോ. രക്തത്തിൻ്റെ പര്യായങ്ങളാണ് രുധിരം, അസൃക്ക്, ശോണിതം, അരക്തം, ക്ഷതം, ശോണിതം, നിണം, ലോഹിതം. ഇതെല്ലാം രക്തം എന്നർത്ഥം വരുന്നതാണ്. അരക്തം എന്ന വാക്കിനും രക്തം എന്ന് തന്നെയാണ്. അതുപോലെ പിശുനം എന്നൊരു വാക്കുണ്ട്. പിശുനം, ആ വാക്കിന് കുങ്കുമം എന്നാണ് അർത്ഥം. എന്നാൽ നിറത്തിൻ്റെ സാദൃശ്യം കൊണ്ട് അതിനെ രക്തം എന്നും പറയും. അതുപോലെ ലോഹിതം എന്ന വാക്കിന് റെഡ് കളർ, ചെമപ്പ് എന്നും അർത്ഥമുണ്ട്. ആ നിറത്തിൻ്റെ സാദൃശ്യം കൊണ്ടാണ്. ഇനി മാംസം എന്നർത്ഥം വരുന്ന വാക്കുകളാണ് പിശിതം, ആമിസം, പലലം, ക്രവ്യം. ഇതെല്ലാം മാംസം എന്നർത്ഥം വരുന്ന വാക്കുകളാണ്. അതേസമയം പിറവി അഥവാ ജനനം എന്നർത്ഥം വരുന്ന വാക്കുകളാണ് പിറവി, ഉദ്ഭവം, ഉൽപ്പത്തി, ജന്മം, ആവിർഭാവം, ഉൽപാദനം, സൃഷ്ടി, സൂതകം. ഇതെല്ലാം പിറവി എന്നർത്ഥം വരുന്നതാണ്. സുതൻ അല്ലെങ്കിൽ സുത, സുതൻ എന്ന വാക്കിൻ്റെ അർത്ഥം മകൻ എന്നാണ്. സുത, മകൾ. സൂതൻ എന്ന വാക്കിന് തേരാളി, സുതൻ, മകൻ.
അപ്പോൾ സൂതിക എന്ന വാക്കിൻ്റെ അർത്ഥം ഈ വയറ്റാട്ടി എന്നാണ്. പ്രസവ പ്രക്രിയയ്ക്ക് സഹായിക്കുന്ന ആൾക്കാരെ വയറ്റാട്ടി എന്നാണ്, സൂതിനി, സൂതിക എന്നൊക്കെ പറയുന്നത് അതാണ്. അതുകൊണ്ടാണ് സൂതകം, ജനനം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇപ്പോൾ നമ്മൾ മലയാളത്തിലെ കുറച്ചേറെ പര്യായങ്ങൾ പരിചയപ്പെട്ടു. അടുത്തൊരു വാക്കിൻ്റെ പര്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പാമ്പ്. പാമ്പിൻ്റെ പര്യായങ്ങളാണ് സർപ്പം, ഭുജംഗം, ചക്രി, വിഷധരം, ഫണി, ഉരകം, പന്നകം, ഭോഗി, വിലേസയം, പവനാശനം, കഞ്ചുകി, ദർവീകരം, ലേലിഹം, ചക്ഷുശ്രവണം, അഹി, ആരവം, ആരവം രണ്ടും പറയും. ഇതെല്ലാം സർപ്പം എന്നർത്ഥം വരുന്നതാണ്. ഈ പന്നകം എന്ന വാക്കിൻ്റെ അർത്ഥം പാദം കൊണ്ട് ഗമിച്ചത്, കാല് കൊണ്ട് സഞ്ചരിച്ചത്. നമുക്ക് പെട്ടെന്ന് സംശയം ഉണ്ടാകും, സർപ്പത്തിന് കാലില്ലല്ലോ. ശരിയാ. പക്ഷേ പണ്ട് ഈശ്വരൻ സൃഷ്ടികർമ്മം നടത്തിയപ്പോൾ മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും കാലുകൾ നൽകുന്നതിന് മുമ്പേ കൈകാലുകൾ നൽകി അനുഗ്രഹിച്ചത് ഇവരെയാണെന്നാണ് കഥ. പക്ഷേ ഇവരെ അഹങ്കാരം കാരണം ഈശ്വരനെ വകവെച്ചില്ല. അങ്ങനെ അദ്ദേഹം ശപിച്ച് കയ്യും കാലും ഒക്കെ എടുത്ത് കളഞ്ഞ് ഇഴഞ്ഞു കിടക്കാൻ ശപിച്ചു എന്നാണ്. അപ്പോൾ ഭൂമിയിൽ ആദ്യമായി പാദം കൊണ്ട് ഗമിച്ചതാണ് പന്നകം. ചക്ഷുസ് കൊണ്ട് ശ്രവിക്കുന്നതാണ് ചക്ഷുശ്രവണം. ചക്ഷുശ്രവണൻ എന്ന് പറയുമ്പോൾ പുല്ലിംഗം. ചക്ഷുസ് എന്ന് വെച്ചാൽ കണ്ണ് കൊണ്ട് ശ്രവിക്കുന്നത്, കണ്ണ് കൊണ്ട് കേൾക്കുന്നത്. പാമ്പിന് ചെവിയില്ലല്ലോ. ഇന്ന് നമുക്ക് സയൻറ്റിഫിക്കലി അറിയാം പാമ്പ് എങ്ങനെയാണ് കേൾക്കുന്നതെന്ന്. പക്ഷേ പണ്ട് നമ്മുടെ പൂർവികർ വിചാരിച്ചത് പാമ്പിന് ചെവിയില്ല, കണ്ണേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ണിലൂടെ തന്നെ കാണുകയും കേൾക്കുകയും ചെയ്യും. അങ്ങനെ ചക്ഷുസിലൂടെ ശ്രവിക്കുന്നത് എന്നർത്ഥത്തിലാണ് ചക്ഷുശ്രവണം എന്നെല്ലാം പറഞ്ഞത്. ഇതെല്ലാം പാമ്പ് എന്നർത്ഥം വരുന്ന വാക്കുകളാണ്. ഇപ്പോൾ നമ്മൾ മലയാളത്തിലെ കുറച്ചേറെ പര്യായ പദങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇതുമാതിരിയുള്ള വൊക്കാബുലറി പാർട്ടിലെ മറ്റ് ചോദ്യങ്ങളും അവയുടെ വിശദീകരണങ്ങളുമായി നമുക്ക് ഇനിയും കണ്ടുമുട്ടാം ത്രയം സീരീസിൽ. ദയവായി കാത്തിരിക്കുക, കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക.